ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ അമ്മയും കൂട്ടി പെരുവന്താനം വരെ ഒന്ന് പോയിട്ടോ. എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട വഴികളിൽ ഒന്നാണ് മുണ്ടക്കയം ടു കുട്ടിക്കാനം ഈ ഹൈറേഞ്ച് റോഡ്. തിരികെ എത്തിയപ്പോഴാണ് പപ്പാച്ചന്റെ ഓട്ടോയിൽ ലൂക്കാച്ചന് കയറാൻ ആഗ്രഹം. പപ്പായ അമ്മയെ സോപ്പിട്ട് ലൂക്കാച്ചനാണെങ്കിൽ ഓട്ടോയുടെ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരിപ്പായി. ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണായത് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചക്കപ്പുഴുക്കും ചെമ്മീൻ ചമ്മന്തി മാങ്ങാച്ചാറും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. ഒരുപാട് വഴക്കമുള്ള വീട്ടിലത്തെ ഒരു മോട്ടോർ കേടായപ്പോൾ അവനെ ഒന്ന് ശരിയാക്കാനായി മുണ്ടക്കയം വരെ പോയി. മുണ്ടക്കയം പോയി തിരിച്ചു വന്നപ്പോഴാണ് വാവയ്ക്ക് ഐസ്ക്രീം കഴിക്കണമെന്നൊരാഗ്രഹം. തിരികെ വന്ന് കൊടുകുത്തി വ്യൂ പോയിന്റിന്റെ അടുത്തുള്ള ഐസ്ക്രീം ചേട്ടന്റെ അടുത്ത് പോയിട്ട് ഒരു വാനില ഐസ്ക്രീം വാങ്ങി. ലൂക്കാച്ചനാണെങ്കിൽ അത് കണ്ട് കൊതിയായി. അവൻ കുഞ്ഞായതുകൊണ്ട് അവന് നമ്മൾ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. കുറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഐസ്ക്രീം കപ്പിന്റെ അടിഭാഗം ലൂക്കാച്ചൻ കരസ്ഥമാക്കി. കൊടുകുത്തി വ്യൂ പോയിന്റ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. തിരികെ വീട്ടിൽ ചെന്നതിന് ശേഷം അടുത്ത പരിപാടി വീട്ടിലെ വാട്ടർ ടാങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ സമയമായി. ചക്കക്കുരിച്ചാറും വഴുതനങ്ങ തോരനും മുട്ട പൊരിച്ചതും അച്ചാറും ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അമ്മയാണെങ്കിൽ നമ്മുടെ കോഴിക്കുട്ടന്മാർക്കൊക്കെ തീറ്റ കൊടുക്കുന്നുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പം വൈകിട്ട് എന്താ പരിപാടി? അപ്പായെ അമ്മയും വാവയും ലൂക്കാച്ചനെയും കൂട്ടി സമീപ പ്രദേശമായ അഴങ്ങാട്, മേലോരം, പെരുവന്താനം ഒക്കെ ഒന്ന് കറങ്ങി ചുറ്റി വരാമെന്നായി തീരുമാനം. ഈ പ്രദേശങ്ങളെ പറ്റി പപ്പായ്ക്ക് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. കാരണം പപ്പ ജനിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ തൂക്കുപാലം 35-ാം മൈലിൽ നിന്ന് മേലോരത്തിന് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ. കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു. പപ്പായാണെങ്കിൽ വാവയോട് പഴയ കാലത്തെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വാവയാണെങ്കിൽ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ഒരുപാട് ഇതിലെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. സെന്റ് മരിയഗുരത്തി UP സ്കൂളിലാണ് വർഷങ്ങൾക്ക് മുമ്പ് പപ്പ പഠിച്ചത്. പപ്പയുടെ വെള്ളിച്ചാച്ചനെ അമ്മയെ അടക്കിയിരിക്കുന്നതും പപ്പയുടെ ചേട്ടന്മാരുടെ കല്യാണങ്ങളൊക്കെ നടത്തിയിരുന്നതും നമ്മളിപ്പോൾ കാണുന്ന സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേലോരം പള്ളിയിലാണെന്നാണ് പപ്പ പറഞ്ഞത്. അവിടെയായിട്ട് ഒരു നാടൻ ചായക്കടയുണ്ട് കേട്ടോ. അവിടുന്ന് കിട്ടിയ ബോണ്ടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് വാവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ മേലോരത്ത് നിന്നും അഴങ്ങാടേക്കുള്ള യാത്രയിലാണ്. അഴങ്ങാട് പള്ളിയിൽ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരിക്കുന്നു. പപ്പായുടെ പഴയ കൂട്ടുകാരെയൊക്കെ അവിടെ പപ്പയ്ക്ക് കാണാനിടയായി. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. പെരുവന്താനത്ത് പപ്പായുടെ അമ്മായിയുടെ വീട്ടിലും കയറി അവരോട് കുറച്ചു നേരം കുശലും ഒക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. മേലോര അഴങ്ങാട് പെരുവന്താനം യാത്ര പകലായിരുന്നെങ്കിൽ ഒരുപാട് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.